നമ്മുടെ എല്ലാ തീരുമാനങ്ങളും, നമ്മുടെ എല്ലാ ആലോചനകളും, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ജീവിത വേളകളിലും യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റണം. യേശു എന്താണ് പറയുന്നത്? ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത്? ഈശോ ഈ അനുഭവത്തിൽ എങ്ങനെയാണ് തീരുമാനമെടുത്തത്? അങ്ങനെ യേശുവിനോട് ഐക്യപ്പെട്ട് ഒരു ജീവിതം നയിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നിത്യജീവന്റെ അനുഭവത്തിലാണ്. ഈ നിത്യജീവൻ അനുഭവത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം സ്വർഗ്ഗം നമുക്ക് വാഗ്ദാനം ചെയ്തത് നിത്യജീവനാണ്. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഉന്നതമായ വാഗ്ദാനം നിത്യജീവനെ കുറിച്ചുള്ള വാഗ്ദാനമാണ്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏറ്റവും കാതലായ സന്ദേശം എന്താ? നമുക്ക് നിത്യജീവൻ ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ യേശു ക്രിസ്തുവിലൂടെയും അവന്റെ കുരിശുമരണത്തിലൂടെയും അവന്റെ പെസഹ രഹസ്യങ്ങളിലൂടെയും സ്വർഗ്ഗം നമുക്കായി നേടിത്തന്ന നിത്യജീവനെ കുറിച്ച്, ഒരിക്കലും നശിക്കാത്ത ജീവൻ, നിത്യമായി നാം ജീവിക്കുമെന്ന്, മരണത്തിലൂടെ പോലും നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല എന്നും നിത്യമായി നാം ജീവിക്കുമെന്നുള്ള നിത്യജീവന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിത്യജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ നിത്യജീവിതത്തിന്റെ അനുഭവത്തിൽ ജീവിക്കാനാണ് ഒരു ക്രിസ്ത്യാനിയുടെ തെരഞ്ഞെടുപ്പും വിളിയും. അതിന് വിഭജിക്കപ്പെടാത്ത ഒരു ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റണം.